അല്ല, അതിൻ്റെയൊക്കെ ഒരു 2 മാസം കാത്തുനിന്നാ പോരെ. എന്തായാലും ഇനി സമരത്തിന്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ 2 മാസം കാത്തുനിന്നാ കാണാം. അത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചല്ലോ ആ കാര്യം. പിന്നെ മറ്റൊരു കാര്യം, കോഴിക്കോട്ടെ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ഉമേഷ്, അദ്ദേഹം ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിയായിരുന്നു. ഇന്ന് വരെ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയോ അറസ്റ്റ് ചെയ്തിട്ടില്ല. പലരുടെയും പേര് വെക്കാത്ത പരാതിയിലൂടെ വരെ സ്ത്രീ പീഡനത്തിന് കേസെടുത്ത് പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ പോലീസ് ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. ഇടതുപക്ഷ സഹയാത്രികരായാൽ, മാർക്സിസ്റ്റ് സഹയാത്രികരായാൽ സ്ത്രീ പീഡന കുറ്റത്തിന് ഇളവ് നൽകുന്ന രീതിയാണ് ഈ സർക്കാർ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. വർത്തമാനകാല ചില സംഭവങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നു, കേസിൽ പ്രതിയായി സസ്പെൻഷനിലായ മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷിന്റെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ സസ്പെൻഷനേ ഉള്ളൂ. സസ്പെൻഷനാകുമ്പോൾ സുഖമാണ്, പകുതി ശമ്പളം കിട്ടും, പിന്നെ ശമ്പളം മൊത്തം വെച്ച് കിട്ടുകയും ചെയ്യാം. പിന്നെ എങ്ങനെ സസ്പെൻഡ് ചെയ്യാം? പിന്നെ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തത്? ആ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലൊക്കെ കേസുകൾ ചരിത്രം പ്രവർത്തില്ലേ? ആത്മഹത്യ കുറിപ്പ് ഈസ് എ ക്ലിയർ ഡോക്യുമെന്റ്. അതുമാത്രമല്ല, അയാളെ സസ്പെൻഡ് ചെയ്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? സസ്പെൻഡ് സർവീസ് സെക്ഷൻ അല്ലേ? അങ്ങനെ ചെയ്ത ആളെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അത് ഇപ്പൊ തന്നെ ഒരു മുൻ സംവിധായകന്റെ MLA കേസ് കണ്ടിരിക്കണേ. അല്ല, ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ DGPക്ക് പരാതി അയച്ചിട്ട് ഏതാണ്ട് 6 ആഴ്ച കഴിഞ്ഞു. എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. റിമൈൻ ലെറ്റർ ഞാൻ കഴിഞ്ഞ 4-ാം തീയതി വീണ്ടും അയച്ചിട്ടുണ്ട്. വരും നോക്കട്ടെ. ഏതായാലും ഒരു കാര്യം സംശയമില്ല, നടപടി നീണ്ടുപോയാൽ ഇത്തരം ഉദ്യോഗസ്ഥനെതിരെയുള്ള സമരവുമായി കോൺഗ്രസ് വരും. ഒരു സംശയമില്ല. അല്ല, അതിൻ്റെയൊക്കെ ഒരു 2 മാസം കാത്തുനിന്നാ പോരെ. എന്തായാലും ഇനി സമരത്തിന്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ 2 മാസം കാത്തുനിന്നാ കാണാം. അത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചല്ലോ ആ കാര്യം. അല്ല, അതിൻ്റെ അകത്ത് മെറിറ്റ്. അപ്പൊ ഞങ്ങളൊരു കാര്യം പറയാം, കുറ്റം ചെയ്തവർ അല്ലെങ്കിൽ നീതിക്ക് നിരക്കാത്ത പ്രവൃത്തി ചെയ്തവർ, അവരോട് അനുകമ്പ എന്തായാലും ഉണ്ടാവില്ല, അതേത് ബലത്തിന്റെ ആയാലും. ഇനി കുറ്റം ചെയ്യാത്തവരാണ് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രതികാരം ചെയ്യാനുണ്ടാവില്ല. പക്ഷേ ഈ അരിപ്രസാദായാലും ഉമേഷ് ആയാലും കുറ്റം ചെയ്തു എന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അവരൊക്കെ തന്നെ ഞങ്ങളൊക്കെ മനസ്സിലുണ്ട്, അത്ര തന്നെ.